ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എൻ്റെ ഒരു ഫുഡ് റുട്ടീനും മീറ്റിംഗ് പാറ്റേണും അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. നേരത്തെ മാർച്ച് ഒരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലുള്ള എൻ്റെ ഒരു ഫുഡ് റുട്ടീനല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഈറ്റിംഗ് പാറ്റേണിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ നേരത്തെ ഉള്ള ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് 10:14 ആയിരുന്നു. അതായത് 10 hours ഈറ്റിങ്ങും 14 hours ഫാസ്റ്റിങ്ങും ആ ഒരു റേഷ്യോ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് 9:15 എന്നുള്ളതാണ്. 9 hours ഈറ്റിങ്ങും 15 hours ഫാസ്റ്റിങ്ങും ആ ഒരു റേഷ്യോയിലേക്കാണ് ഞാൻ വന്നത്. കാരണം ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു മാസത്തോളം എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ടൈമിൽ എൻ്റെ വെയിറ്റ്, ആ സമയത്ത് ഞാൻ നല്ലപോലെ കഴിക്കുകയും ചെയ്യുമായിരുന്നു, ഉള്ള മധുരവും കഴിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ വെയിറ്റ് ഒരു 1.5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് മാറ്റി ആ ഒരു എനിക്ക് വേണ്ട ഒരു വെയിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും, ആ 10:14 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും എനിക്കത് പറ്റിയില്ല. അപ്പം ഞാനത് വീണ്ടും 9:15 എന്നുള്ള റേഷ്യോ ആക്കി. അപ്പം അങ്ങനെ ഒരു മാറ്റം ഞാൻ വരുത്തി. അപ്പം അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, നേരത്തെ എടുത്ത ഈറ്റിംഗ് പാറ്റേണിൽ നമ്മളിത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി അതങ്ങ് ശരിയാക്കിക്കോളും. ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ, ഫുഡ് ഫാസ്റ്റിംഗ് ആ ഒരു വിൻഡോയിൽ, ഈറ്റിംഗ് വിൻഡോ ഫാസ്റ്റിംഗ് വിൻഡോ റേഷ്യോയിലൊരു മാറ്റം വരുത്തി അതങ്ങ് ശരിയാകും. പിന്നെ ഞാൻ വരുത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നത് റൈസിൽ നിന്ന് റാഗിയിലേക്ക് മാറി. അതായത് രാവിലെയും രാത്രിയിലും, അതായത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മിക്കവാറും ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ അരി ഉഴുന്ന് അരച്ച ദോശയാണ്. ദോശയും ഇഡ്ഡലിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും കാണിച്ചിരിക്കുന്നത്. കാരണം ആ സമയത്ത് അതെനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒരു ഹെൽത്ത് വൈസ് റാഗിയാണ് നല്ലത്. ഇവിടെ ആണെങ്കിൽ ശ്രീഹരി റാഗിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ അങ്ങ് റാഗിയിലേക്ക് മാറാമെന്ന്. നേരത്തെ, അതായത് എൻ്റെ വെയിറ്റ് ലോസ് സമയത്ത് ഞാൻ റാഗിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു 2021 സമയത്ത് ഞാനൊരു 670, 63 ആയപ്പോഴത്തേനും ഞാൻ റാഗിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം റാഗി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് കുറഞ്ഞു. അത് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ബ്ലഡ് കൗണ്ട് ആണെങ്കിലും ഒന്നും അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഈ റാഗി കഴിക്കുന്നത് ബ്ലഡ് കൂടാനൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. പിന്നെ ഞാനൊരു 2023-24 കാലഘട്ടത്തിലൊന്നും ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടൈഫോയിഡൊക്കെ വന്നുകൊണ്ട്. അപ്പം ആ ടൈഫോയിഡ് ടൈമിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റാഗി കഴിച്ചപ്പോഴത്തേക്കിനും വയറ് ആ സമയത്ത് ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ദഹനം പ്രശ്നം ഉണ്ടായി. റാഗി ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ദിവസങ്ങളിൽ ഈ റാഗി ഉപയോഗിക്കല്. അത് നമ്മുടെ സാധാരണ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, കാരണം റാഗി ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ റാഗി ഉപയോഗിച്ചിട്ട് എൻ്റെ വയറ് ശരിയായില്ല. അപ്പം അതോടെ ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. പിന്നെ ഒരു കാരണം കൊണ്ട് റാഗി നിർത്താൻ വേണ്ടി ഞാൻ എവിടെയോ വായിച്ചത് തൈറോയിഡിന് ശരിയല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തും ഫെർമെൻറ്റ് ചെയ്തും ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഫ്ലോർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് മുളപ്പിച്ച റാഗി പൊടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റാഗിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ തൈറോയിഡുകാർക്കും കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് കുറയാനും ഒക്കെ നല്ലതാണ്. ഈ ഞാനിപ്പോൾ രാവിലെയും രാത്രിയിലും മിക്കവാറും റാഗി, മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഞാൻ റാഗിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡിന്നർ ചിലപ്പം അങ്ങോട്ടെങ്കിലും ഗോതമ്പും ഒക്കെ ആകും. പക്ഷെ എന്നാലും റാഗിയാക്കി. ഒരു നേരം റൈസ് ഞാൻ ഒരു നേരം മാത്രമാക്കി കുറച്ചു. നമ്മുടെ ഉച്ചയ്ക്ക് ചോറ് മാത്രം റൈസ് ആക്കിയിട്ട് രാവിലെയും രാത്രിയിലും റാഗി, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആക്കി. അതാണ് ഞാൻ ഈ ഒരു ഫുഡ് റുട്ടീനിൽ മെയിനായിട്ടും എൻ്റെ ഒരു ഫുഡ് റുട്ടീനിൽ മെയിനായിട്ടും വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാൻ രാവിലെ, ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഒരു ഫുഡ് റുട്ടീനും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണാം.
അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്നത് മിക്കവാറും റാഗി ദോശ അല്ലെങ്കിൽ റാഗി എന്താ പറയുന്നത് പുട്ട് അങ്ങനെയുള്ള സംഭവമായിരുന്നു. അപ്പം ഞാൻ എടുത്തു വെച്ച ദിവസത്തെ ഫുഡ് റുട്ടീൻ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കഴിച്ചിരിക്കുന്ന റാഗി ദോശയും സാമ്പാറും ആണ്. അപ്പം നമ്മൾ കഴിക്കുമ്പം ഏകദേശം റാഗി എല്ലാം നോക്കി കഴിക്കണമെന്ന് ഞാൻ പ്രോട്ടീനും കാർബും സംഭവങ്ങളെല്ലാം നോക്കി കഴിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ സാമ്പാർ ആകുമ്പോൾ അതിനകത്ത് പരിപ്പും കുറച്ച് പച്ചക്കറികളും ഒക്കെ കൂടുതലുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ സാമ്പാറിൻ്റെ പോർഷൻ എടുക്കുക. പിന്നെ ഞാൻ പാലിനകത്ത്, അത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പാലിനകത്ത് ഞാൻ പാലെന്ന് പറയുന്നത് ഇത് ലോ ഫാറ്റ് മിൽക്കാണ്, ഒട്ടും ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം പാലിനകത്ത് ഞാൻ കുറച്ച് എന്താ പറയുന്നത് നട്ട്സും സീഡ്സും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ടും വാൾനട്ട്, ബദാം, കാഷ്യൂ, പിന്നെ മറ്റേ സീഡ്സ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചുമ്മാ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ പാലിനകത്ത് ഇട്ട് കുടിക്കും. അത് ഞാൻ ആ ഒരു സംഭവം ഞാൻ തുടങ്ങിയത് മെയിനായിട്ടും എൻ്റെ ഒരു ടൈഫോയിഡിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. കാരണം അത് ഇപ്പം ശരീരത്തിന് ഭയങ്കര നല്ലതാണ്. ഒന്നാമത് മുടിയൊക്കെ പൊഴിയുന്നതിന് ഭയങ്കര നല്ലതാണ് ഈ സീഡ്സ്. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കും. അതിങ്ങനെ ഈ പാലിനകത്തും ഇട്ട് കഴിക്കാം, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം അത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാലിനകത്തിട്ട് കുടിക്കും. പിന്നെ ഞാനൊരു പഴം, അതെൻ്റെ ഒരു ശീലമാണ്, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പഴം തിന്നുക എന്നുള്ളത് എനിക്കിഷ്ടമാണ്. അപ്പം റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു, അത് കഴിക്കും. അപ്പം ഞാനിപ്പം യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ദോശയാണ്. നിങ്ങൾക്ക് റാഗി ഇഡ്ഡലി ഉണ്ടാക്കാം. പക്ഷെ ഞാൻ റാഗി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കിനും എന്തോ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോകും. ഇതുവരെ എനിക്ക് നല്ലതായിട്ട് റാഗി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, എന്താണെന്നറിയത്തില്ല. ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കഴിഞ്ഞ സമ്മറിൽ നന്നായിട്ട് ഇത് പുളിച്ചു വന്നപ്പം ഒരു പ്രാവശ്യം അത് നല്ലതായിട്ട് വന്നു. അല്ലാതെ ഈ സമയത്ത് ഇപ്പം ഞാൻ മെയിനായിട്ടും ഈ റാഗി, വേറൊരു കാര്യം കൂടെ ഈ റാഗിയിലേക്ക് മാറാനുള്ള കാര്യം, അരി ഉഴുന്നതിനെക്കാട്ടിലും ഇവിടുത്തെ കാലാവസ്ഥയിൽ നല്ലപോലെ പുളിച്ചു പൊങ്ങുന്നത് റാഗി മാവാണ്. അപ്പം അത് എന്താ പറയുന്നത്, അതുകൊണ്ടും കൂടെ കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ എളുപ്പവും കൂടാണ്. അപ്പം ഈ റാഗി ദോശയ്ക്ക് പലരുടെ ഒരു വിചാരമുണ്ട് ഈ റാഗിക്ക് ടേസ്റ്റ് വ്യത്യാസം, അത് ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അങ്ങനെയൊക്കെ എടുക്കുമ്പം നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വണ്ണം കുറയണമെന്നാണ്. അപ്പം അങ്ങനെ കുറയണമെന്ന് ചിന്തിക്കും വലിയൊരു ടേസ്റ്റ് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടേസ്റ്റ് കുറവാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റില്ല. വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ ഹെൽത്തിയും ടേസ്റ്റിയും എല്ലാം കൂടെ ഒത്തു കിട്ടുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാനപ്പോൾ അന്നത്തെ ദിവസം കഴിച്ചത് റാഗി ദോശയും സാമ്പാറിനകത്ത് ആ പരിപ്പിൻ്റെ സംഭവം കുറച്ച് കൂടുതലെടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഇങ്ങനെ ഫെർമെൻറ്റഡ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് ഈ ഫെർമെൻറ്റഡ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മുടെ വയറ്റിൽ നല്ല ഗുഡ് ബാക്ടീരിയകൾ വളരും. ഈ ഗുഡ് ബാക്ടീരിയ വളരുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് വയറിന് നല്ലതാണ്. അതുകൂടാതെ നമ്മുടെ ക്രേവിങ്സ് കുറയ്ക്കും. ഞാൻ നേരത്തെ എൻ്റെ ഷുഗറിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബാഡ് ബാക്ടീരിയാസ് വരുന്നതാണ് നമുക്ക് ക്രേവിങ്സ്, പ്രത്യേകിച്ച് ഷുഗർ ക്രേവിങ്സ് കൂടാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ബാഡ് ബാക്ടീരിയസ് വളർത്തുന്നതാണ്. അത് ഈ ഷുഗർ സംഭവങ്ങളാണ് ഈ കൂടുതൽ ഈ ബാഡ് ബാക്ടീരിയാസ് കഴിക്കുന്നതും അത് കൂടുതൽ അത് മൾട്ടിപ്ലൈ ആവുകയും ചെയ്യും ഈ ഷുഗർ സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം ഫെർമെൻറ്റഡ് ഫുഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുഡ് ബാക്ടീരിയാസ് ആണ് കൂടുതലും കഴിക്കുന്നത്. നമ്മുടെ കേടും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിനകത്ത് നല്ല ബാക്ടീരിയാസ് ആണ് വളരുന്നത്. അങ്ങനെ വളരുമ്പോഴത്തേക്കിനും നമുക്ക് അധികം ക്രേവിങ്സും കാര്യങ്ങളും ഒന്നും തോന്നത്തില്ല. നോർമൽ രീതിയിൽ ഫുഡ് കഴിച്ച് അങ്ങനെ പോകാനേ തോന്നത്തുള്ളൂ. അപ്പം എപ്പോഴും മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിലെങ്കിലും നിങ്ങളിങ്ങനെയുള്ള ഫെർമെൻറ്റഡ് ഫുഡ് കഴിക്കണം. ഇനി ഒരു വേള ബ്രേക്ക്ഫാസ്റ്റിൽ ഫെർമെൻറ്റഡ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും ഒരു എന്താ പറയുക തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്.
അപ്പം ഇതായിരുന്നു അന്നത്തെ ദിവസത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത്, ഞാൻ അന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ട് മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയത്. ആ സമയത്ത് മീൻ അങ്ങനെ കിട്ടത്തുമില്ല. ചിക്കനൊക്കെ വീക്കെൻഡിലേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കഴിച്ചത് ചോറ്, പിന്നെ ഈ പറഞ്ഞാൽ അത് എന്താ പറയുന്നത് സാമ്പാറോ അല്ലെങ്കിൽ മൊളോഷിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വെക്കണം. ഇത് ഞാൻ മൊളോഷിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പരിപ്പ് ചേർന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേനും അതിൽ എന്താ പറയുന്നത് ഇതുണ്ടല്ലോ, പ്രോട്ടീൻ എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് മൊളോഷ്യം ഉണ്ടാക്കി. അത് പിന്നെ തൈര് മെയിൻ, ഞാൻ പറഞ്ഞില്ലേ തൈരിനകത്ത് പ്രോട്ടീനും ഉണ്ട് പ്രോബയോട്ടിക് ഉണ്ട്. സാധാരണ കേളിലും ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ ഇവിടെ നമ്മൾ ഇതാണ് കൂടുതലും സാധാരണ തൈരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം തൈരുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അച്ചാർ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ദിവസങ്ങളിൽ കഴിച്ചത്. അപ്പം ഈ മൊളോഷ്യം പോലുള്ള സംഭവങ്ങൾ, മൊളോഷ്യം ആകുമ്പോഴത്തേനും ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതലും മസാലകൾ കുറയും. സാമ്പാറിനകത്താണെങ്കിൽ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കും. മൊളോഷ്യം വെക്കുമ്പോൾ നമ്മൾ മസാലകൾ അങ്ങനെ ചേർക്കത്തില്ല, പൊടികൾ, മല്ലിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കത്തില്ലല്ലോ. അപ്പം കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആകും. സാമ്പാർ തന്നെ 3 നേരം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് ഗ്യാസ് ഇഷ്യൂസൊക്കെ വരും. അപ്പം അതാക്കി അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു ലഞ്ച് കോംബോ. അപ്പോൾ അതിനകത്ത് പ്രോട്ടീനുണ്ട്, പ്രോട്ടീനിന് പരിപ്പുമുണ്ട്, നമ്മുടെ തൈരുമുണ്ട്, പിന്നെ ഇതുണ്ട് എന്താ പറയുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ലഞ്ച്. അതൊരു സിമ്പിൾ ലഞ്ചാണ്. മീനും മുട്ടയൊന്നും ഇല്ലെങ്കിൽ, മീനും മുട്ടയും ഇറച്ചിയൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങനൊരു ലഞ്ച് നല്ല ലഞ്ചാണ്. തൈര് കൂടുതൽ ഉപയോഗിക്കണം. ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ റാഗിപ്പുട്ടും പയറുകറിയും, ചെറുപയർ കറിയും ഒരു മുട്ടയും കൂടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതിനകത്താകുമ്പം റാഗിപ്പുട്ടെന്ന് പറയുന്നത് റാഗിപ്പുട്ട് പൊടി, ഞാൻ ഈയിടെ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ റാഗിപ്പുട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്. റാഗിപ്പുട്ട് പൊടി മേടിക്കാൻ കിട്ടും. ഹെൽത്തി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഞാൻ യൂസ് ചെയ്യും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട്. ഡബിൾ ഹോഴ്സിൻ്റെയും എലൈറ്റിൻ്റെയും അങ്ങനെ 2 ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡബിൾ ഹോഴ്സും കുഴപ്പമില്ല, എലൈറ്റാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അല്ലാതെ നമുക്ക് റാഗി പൊടി കൊണ്ടും ഉണ്ടാക്കാം. പക്ഷെ റാഗി പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട്, അതായത് റാഗി ഫ്ലോറായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ട് എനിക്ക് വലിയൊരു ഇത് തോന്നിയില്ല. കൂടുതലും ആ ഒരു പുട്ടുപൊടിയായിട്ട് വാങ്ങിച്ചുണ്ടാക്കിയത് കൊണ്ടാണ് നല്ലതായത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ റാഗിയൊക്കെ പൊടിപ്പിക്കാനും ഈ മുളപ്പിച്ച് പൊടിപ്പിക്കാനും ഒക്കെ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. അങ്ങനെ കുറച്ച് പുട്ടുപൊടിക്ക് വേണ്ടിയിട്ട് പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റാഗി പുട്ടൊക്കെ അത്യാവശ്യം നല്ലതാണ്. റാഗിപ്പുട്ട്, പയറുകറി, റാഗിപ്പുട്ടും പയറുകറിയേക്കാളിലും കുറച്ചുകൂടെ റാഗിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഗ്രീൻ പീസ് കറിയാണ്. റാഗിപ്പുട്ടും ഗ്രീൻ പീസ് കറിയും നല്ല ഒരു കോംബോ ആണ്. ട്രൈ ചെയ്ത് നോക്കാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു കോംബോ ആണ് റാഗിപ്പുട്ടും ഗ്രീൻ പീസ് കറിയും. എന്നാൽ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആണ്. പിന്നെ റാഗിപ്പുട്ടിൻ്റെ കൂടെ പഴം, റോബസ്റ്റ പഴം വേണമെങ്കിൽ കഴിക്കാം. ഞാൻ പക്ഷേ അതിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പയറോ ഇതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കഴിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ മുട്ട കഴിക്കത്തില്ല. എനിക്ക് എല്ലാ ദിവസവും ഈ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ മുട്ടയെന്ന് പറയുന്നത് ചൂടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസത്തെയും എൻ്റെ ഒരു ഫുഡ് റുട്ടീൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുട്ട കഴിക്കത്തില്ല. ഒരു ദിവസം ഒരു മുട്ട കൂടുതലും ഞാനങ്ങനെ കഴിക്കാൻ ശ്രമിക്കാറില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയാലൊക്കെ ഞാൻ ഒരു മുട്ട കൂടുതൽ ഭയങ്കരമായിട്ടും ഒരു ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കഴിക്കത്തുള്ളൂ. എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് 1, 2, 3 മുട്ട വെച്ച് ഓരോ ദിവസം ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ പ്രോട്ടീനിന് വേണ്ടിയിട്ട് 3 നേരം മുട്ടയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, ഞാൻ കഴിക്കും. എനിക്ക് വേണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം, ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, മുട്ട ചൂടായതുകൊണ്ട് ബോഡി ഹീറ്റ് കൂടും. ബോഡി ഹീറ്റ് കൂടുമ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കുരുക്കളും, പ്രത്യേകിച്ച് മുഖക്കുരു എനിക്ക് ഇപ്പം ഡെയിലി അങ്ങ് മുട്ട കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഖക്കുരു കൂടും. അതുമാത്രമല്ല ശരീരത്തിൽ അവിടെ ഇവിടെയും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുരുക്കൾ, പരു പോലെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വരും. അതുകൊണ്ട് ഞാൻ കൂടുതലും മുട്ട അങ്ങനെ ഡെയിലി കഴിക്കാറില്ല.
അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ കുറേ ഫുഡ് റുട്ടീൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരൊക്കെ 3 നേരമൊക്കെ മുട്ട കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് എൻ്റെ വീഡിയോസിൽ അങ്ങനെ ഇല്ല. ഞാൻ അടുപ്പിച്ച് 2 ദിവസം തന്നെ മുട്ട കഴിക്കുന്ന വളരെ അപൂർവമാണ്. ഞാൻ കൂടുതലും പ്രോട്ടീന് വേണ്ടിയിട്ട് ചെറുപയറും പരിപ്പ് തൈര് ഈ വക കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബോഡി ഹീറ്റ് ചൂട് ബോഡിയിൽ ഇങ്ങനെ മുട്ട കഴിച്ച് ചൂട് വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുഖക്കുരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവർ, മുഖക്കുരു മാത്രമല്ല മുഖക്കുരു പിന്നെ സഹിക്കാം, മുഖക്കുരു വന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാം. അതല്ലാതുള്ള ഈ പരുക്കൾ, ഈ പഴുത്തു പോകുന്ന ഈ പരുക്കൾ വരുന്നതാണ് നമുക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പം അതെനിക്ക് ചിക്കൻ കഴിച്ചാൽ എനിക്ക് അത്രയും കുഴപ്പമില്ല. ഈ മുട്ട കഴിച്ചാൽ അത് കൂടുതലും മുട്ടയുടെ മഞ്ഞയ്ക്ക് ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചൂട് നമ്മുടെ ബോഡി ഹീറ്റ് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള അവിടെ ഇവിടെയുമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. അതാണ് ഞാൻ മുട്ട അങ്ങനെ കഴിക്കാത്തത്. മുട്ട കഴിക്കുന്നത് നല്ലതാണ്, മീൻസ് ഡെയിലി മുട്ട കഴിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. നല്ല പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള കാര്യത്തിൽ മുട്ടയിലാണ്. അപ്പം പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ പനീർ ഉപയോഗിക്കും. പനീറും എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി, ഇങ്ങനെ ചൂട് നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൂടുതലും ഞാൻ പരിപ്പ് വർഗ്ഗങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഡിന്നർ റുട്ടീൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കായി മാറി. അപ്പം ഞാൻ മെയിനായിട്ടും വരുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റാഗിയിലേക്ക് മാറി. പിന്നെ ഈറ്റിംഗ് പാറ്റേണിൽ കുറച്ച് മാറ്റം വരുത്തി. നിങ്ങൾക്ക് റാഗി അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് പല മില്ലറ്റ്സ് ഉണ്ട്, അത് ഉപയോഗിക്കും. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ഓർത്ത്, ഞാൻ ഇതിനിടയ്ക്ക് വൈകുന്നേരം ചായയും കൂടെ കുടിക്കും. ഒരു 3:45-4 മണിയാകുമ്പം ഞാൻ ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുന്നത്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ ഡിന്നർ അങ്ങ് കഴിച്ചു പോകും. അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് കഴിക്കാനും തോന്നത്തില്ല. നമുക്കൊരു വലിയ ചായ കുടിച്ച് കഴിഞ്ഞതായതുകൊണ്ട് വലിയൊരു വിശപ്പും തോന്നത്തില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ബ്ലാക്ക് കോഫി. എനിക്കിപ്പം കുഴപ്പമില്ല, മധുരമില്ലാതെ കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അത് കുടിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ അങ്ങനെയൊക്കെ, എപ്പോഴും അങ്ങനെ ഒരു വിശപ്പ് തോന്നത്തില്ല. ചില ദിവസങ്ങളിൽ ഈ 5 മണിക്ക് ശേഷം ഇതൊക്കെ ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കും. പക്ഷെ അത് ഒരു പ്രശ്നം ഉണ്ടാകും, നമ്മുടെ ഉറക്കം കുറച്ച് ലേറ്റ് ആക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ ബ്ലാക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പം എനിക്ക് കുടിക്കാൻ പറ്റുന്നുള്ളത് എനിക്കൊരു സന്തോഷകരമായ കാര്യമാണ്. മധുരമില്ലാതെ എനിക്ക് മറ്റെനിക്ക് മധുരമില്ലാതെ കാപ്പി കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മധുരമില്ലാതെ കാപ്പിയും കുടിക്കാം, മധുരമില്ലാതെ ചായയും കുടിക്കാം. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചായ കുടിക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിനിടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന 8 മണിക്ക് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും ഒരു വാൾനട്ട് 1-2 വാൾനട്ടും ചായയും കുടിച്ചാണ് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് ഞാൻ ഇപ്പോഴോർത്തത്. ഇങ്ങനെ 2 കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോസിൽ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് റാഗി അല്ലെങ്കിൽ പല മില്ലറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ദോശ ചുടാൻ പറ്റും. അപ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വരും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ചൊക്കെ ഈ ചോറെന്ന് പറഞ്ഞൊരു സംഭവം ഒരു നേരം ആക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചോറ് എടുക്കുമ്പം ചോറിൻ്റെ പോർഷൻസ് എപ്പോഴും ഞാൻ എപ്പോഴും ഒരു തവി പിന്നെ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ എടുക്കും. പക്ഷെ എപ്പോഴും ഞാൻ ആ ഒരു തവിയിൽ നിർത്താനാണ് ഇപ്പം നോക്കുന്നത്. ആ ഒരു തവി ചോറും കൂടുതലും നമ്മുടെ കൂട്ടാനുകൾ കൂട്ടി കഴിക്കാനാണ് തോന്നുന്നത്. ഈ ഒരു തവിയേക്കാട്ടിലും കുറച്ചുകൂടെ എടുത്താലോ എന്നുള്ള ആഗ്രഹം എനിക്ക് തോന്നുന്നു എപ്പോഴും നോൺ വെജ് ഇല്ലാത്ത സമയത്താണ്. നോൺ വെജ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വയറ് ഫില്ലാകും. മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വയറ് ഫില്ലാകും. അല്ലാതെ വെജായിട്ട് കഴിക്കുമ്പോഴത്തേക്കിനും എനിക്ക് ആ ഒരു കുറച്ചുകൂടെ കഴിച്ചാലോ എന്നൊരു തോന്നാറുണ്ട്. പക്ഷെ ഞാൻ കഴിവതും അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം അങ്ങനെയൊക്കെ കുറച്ച് ശ്രമിച്ചാലേ നമുക്ക്
ഇതൊന്ന് ശരിയായി കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു ബോഡി എന്താ പറയുന്നത് ടൈപ്പ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഫുഡ് റൂട്ടീൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഞാൻ വണ്ണം വയ്ക്കും. അതാണ് വേറൊരു ഇതെന്ന് പറയുന്നത്. ഒന്ന് ഇരുട്ടായത്, ഇവിടെ കറണ്ട് പോയി, എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് കറണ്ട് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഒരു ഫുഡ് റുട്ടീനും ഈറ്റിംഗ് പാറ്റേണും ഒക്കെ ചേഞ്ച് ചെയ്തത്. ഞാൻ ഇതിലും വിശദമായിട്ട് ഞാൻ നേരത്തെ എൻ്റെ മാർച്ചിൽ ഞാനൊരു ഫുഡ് റുട്ടീനും ഈറ്റിംഗ് പാറ്റേണിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പക്ഷേ ഞാൻ അരി ആഹാരങ്ങളാണ് കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാനത് മാറ്റി, അരിയിൽ നിന്നും ഞാൻ റാഗിയിലേക്ക് മാറ്റി. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി, ഈറ്റിംഗ് പാറ്റേണിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇത് രണ്ടും മെയിനായിട്ടും വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ സ്പെഷ്യലായിട്ടൊരു എന്താ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചോറും കൂട്ടാനും കൂട്ടി തന്നെ കഴിച്ച് വണ്ണം കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എനിക്കായിട്ട് സ്പെഷ്യൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഞാൻ പറയില്ല, വൈകുന്നേരം ഡിന്നറിലാണ് എന്തെങ്കിലും ഒരു മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സാലഡൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നത് ഡിന്നർ ടൈമിലാണ്. അതും എപ്പോഴൊന്നുമില്ല, അതൊന്നും എപ്പോഴും എനിക്ക് അങ്ങനെ ആ ഡിന്നർ ടൈമിൽ ഒരു സാലഡിൽ ഒതുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഉച്ചയ്ക്ക് ഇപ്പം നല്ലപോലെ ബിരിയാണിയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു സാലഡിൽ അങ്ങ് ഒതുക്കാൻ എന്നെക്കൊണ്ട് പറ്റും. അതല്ലാതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ദോശയോ പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇപ്പം ഞാനത് റാഗിയിലും ഗോതമ്പിലാണ് കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.